ആൻഡ് ഫൈനലി ദ ട്രെയിലർ ഈസ് ഹിയർ. ഒട്ടും പ്രതീക്ഷയില്ലാതിരുന്ന സമയത്താണ് ഈ ട്രെയിലർ വരുന്നത്. ഒരു പ്രതീക്ഷയില്ലാതെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന മൂവിയുടെ ട്രെയിലർ വരുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ആൻഡ് ദ ട്രെയിലർ വാസ് കിഡിലോ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ട്രെയിലർ ആയിരുന്നു. ആ ഒരു എൻ്റെ ട്രെയിലർ തന്ന ഗൂസ് ബംസ് ഒക്കെ പറയുന്നത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. 2 മിനിറ്റ് 24 സെക്കൻഡ് എന്നുള്ള ട്രെയിലർ, ആ ഒരു ട്രെയിലർ കട്ടും ആ ഒരു വിഷ്വൽസും ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷനും എല്ലാം അടിപൊളിയായിരുന്നു. നമ്മളൊരു മലയാള മൂവിയുടെ ട്രെയിലർ കാണുന്ന ഒരു ഫീൽ അല്ലായിരുന്നു. അമ്മാതിരി ഒരു കിട്ടിലം ട്രെയിലർ ആയിരുന്നു. ആ ഒരു ട്രെയിലർ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു മാസ് മസാല മറ്റേ കൊമേഴ്ഷ്യൽ പടമൊന്നും അല്ല, ഒരു ക്ലാസ് പടം, ഒരു LJP പടം, അത്രേ ഉള്ളൂ. ആ ഒരു ട്രെയിലറും അങ്ങനത്തെ ഒരു വൈബ് തന്നെയായിരുന്നു. നമ്മൾ റീസെന്റ് വന്ന ഒരുപാട് മൂവീസിന്റെ ട്രെയിലറൊക്കെ തന്നെ ഒരു 4-5 വർഷം കാണുമ്പോൾ സ്റ്റോറിയൊക്കെ മനസ്സിലാവും, നമ്മൾ ഡീകോഡ് ചെയ്തെങ്കിലും എടുക്കും. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ ലാലേട്ടന്റെ ക്യാരക്ടറിനെ പോലും വളരെ കുറച്ച് സമയത്ത് മാത്രമേ ട്രെയിലറിൽ കാണിക്കുന്നുള്ളൂ. ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ കാണിച്ച് ആ ഒരു പടത്തിന്റെ ഒരു ലെവൽ എന്താണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആ ഒരു പടം മേക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സും ആ ഒരു വിഷ്വലും എന്താണെന്നൊക്കെ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു എൻ്റെ മൂവിയുടെ എക്സ്പീരിയൻസ് എന്താണ് നമ്മൾ ആ തിയേറ്ററിൽ കണ്ട് തന്നെ ഫീൽ ചെയ്യും. സോ ആ രീതിയിലാണ് ട്രെയിലർ കട്ട്സ് വന്നിരിക്കുന്നത്. ആൻഡ് ദാറ്റ് പ്രസന്റേഷൻ വാസ് റിയലി ഗുഡ്. ഈ ഒരു പടത്തിന് എന്തുകൊണ്ടാണ് ഇത്രയധികം ഹൈപ്പ് അല്ലെങ്കിൽ ഇത്രമാത്രം എക്സൈറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ എടുത്തു പറയേണ്ട കാര്യമല്ല. ഇറ്റ്സ് LJP പടം ആൻഡ് ലാലേട്ടൻ LJP കോംബോ. സോ അവർ ആദ്യമായിട്ട് ഒന്നിക്കുന്ന ഒരു മൂവി, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും തന്നെ വേണ്ട. അമ്മാതിരി എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ അത്രമാത്രം ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു മൂവിയാണ്. ആ ഒരു ട്രെയിലറിൽ കണ്ട വിഷ്വൽസ്, വിഷ്വൽ ക്വാളിറ്റി എന്നൊക്കെ പറയണം. ഓരോ ഫ്രെയിംസും കിടിലം. ഇറ്റ്സ് എ മലയാളം മൂവി, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ ഫ്രെയിംസും, ആ ഒരു ടോപ്പ് ആംഗിൾ ഒരു ഫ്രെയിം ഉണ്ട്, പിന്നീട് ഒരുപാട് പേര് ഇരിക്കുമ്പോൾ ലാലേട്ടൻ സെന്റർ ഇരിക്കുന്ന ഒരു ഫ്രെയിം, പിന്നെ ലാലേട്ടനെ ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു യെല്ലോ ഷെയ്ഡിലുള്ള ആൾക്കാരുടെ ഇതിലുള്ള എല്ലാ ഫ്രെയിംസും കിട്ടിലുമായിരുന്നു. ആൻഡ് സ്ലോ മോഷന്റെ അയ്യര് കളിയാണ്. ആ ഒരു ഫൈറ്റും ആ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ വരുന്ന ലാലേട്ടന്റെ ഒരു സീനൊക്കെ കാണിക്കുന്ന ആ ഒരു സ്ലോ മോഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും ടോപ്പ് FPS തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കിട്ടാന്ന് വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ തന്നെ പോയി കാണുക. കാരണം ഈ ഒരു മൂവി വിഷ്വൽ വൈസും സ്റ്റോറി വൈസും ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഒരു സ്ഥലത്ത് പോലും ആ ഒരു മൂവിനെ കുറിച്ച് അധികം ഡീറ്റെയിൽ ഒന്നും തന്നെ ഇല്ല. ആ ഒരു ട്രെയിലർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നത് ആ ഒരു ബ്രിട്ടീഷ് ഏരിയയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു ലാലേട്ടന്റെ ക്യാരക്ടറുണ്ട്, അവർ തമ്മിലുള്ള കുറേ കാര്യങ്ങൾ. സോ അത് മാത്രമേ അറിയാം, അല്ലെങ്കിൽ ആ ഒരു ബേസ് ലൈൻ മാത്രമേ ഉള്ളൂ. ഈ ട്രെയിലറിൽ പോലും അത് എന്താണെന്നോ ഡീറ്റെയിൽ ആയിട്ട് എവിടെയും തന്നെ പറയുന്നില്ല. ഈ ഒരു 2 മിനിറ്റ് സംതിങ് ഉള്ള ആ ഒരു ട്രെയിലറിൽ ലാലേട്ടനെ കാണിക്കുന്ന വെറും 4-5 സീൻ മാത്രമാണ്. കാരണം അത്രയ്ക്ക് ലാലേട്ടന്റെ ക്യാരക്ടറിനെ ഹിഡൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് തിയേറ്ററിൽ പോയി കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് വൺ മോർ തിങ്, ഈ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ്ലി ഒരു കൊമേഴ്ഷ്യൽ മാസ് മസാല പടം അങ്ങനത്തെ സ്റ്റൈലല്ല. ഇറ്റ്സ് LJP പടം. സോ അതുകൊണ്ട് തന്നെ ഒരു ക്ലാസിക് സിനിമ ആയിരിക്കും. ആ ഒരു സ്റ്റാർഡം, അല്ലെങ്കിൽ ലാലേട്ടൻ പോലെ ഒരു ആക്ടറിനെ കൊണ്ടുവരുമ്പോൾ ആ ഒരു സ്റ്റാർഡത്തിന് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇവിടെ നടക്കാൻ ഒരു ചാൻസും ഇല്ല. കാരണം LJP ആണ്. സോ പുള്ളിക്കാരൻ്റെ ഒരു ഫോർമാറ്റിൽ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ സ്റ്റൈലിൽ തന്നെ ആ ഒരു മൂവി ആ ഒരു ക്യാരക്ടറിനെ വെച്ച്, അല്ലെങ്കിൽ ലാലേട്ടനെ പോലെ ആക്ടറിനെ വെച്ച് അത്ര അടിപൊളിയായിട്ട് തന്നെ മൂവി പ്രസന്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു മൂവിയാണ്. ലാലേട്ടനെ ഇതിനും പോകുന്ന ഒരുപാട് മൂവീസിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ മൂവി ഒന്നും അധികം സക്സസ് ആവാത്ത, അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പിന്റെ നിര തന്നെ ഉണ്ടായിരുന്നു. ആ ലൂസിഫർ എന്നൊരു മൂവിക്ക് ശേഷം പോയി കണ്ട മൂവിക്കൊന്നും കണ്ടു കഴിയുമ്പോൾ ഒരു ലാലേട്ടൻ പടമാണ് ഞാൻ കണ്ടതെന്നുള്ള ഒരു ഫീൽ പോലും കിട്ടുന്നില്ല. അങ്ങനത്തെ മൂവീസൊക്കെ ആയിരുന്നു. സോ അതൊക്കെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യാൻ പോണ മൂവിയാണ് മലൈക്കോട്ടെ വാലിബൻ. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മൂവിയുടെ സ്റ്റോറി, അല്ലെങ്കിൽ ഈ മൂവിയുടെ പ്രസന്റേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം ഒരു LJP പടമാണ്. പുള്ളിക്കാരൻ്റെ മൂവീസും പ്രസന്റേഷനൊക്കെ നമുക്കറിയാം. ആ ഒരു സ്റ്റൈൽ തന്നെ ആയിരിക്കും ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ. ആ ഒരു ഫുള്ളി കൊമേഴ്ഷ്യൽ ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ സ്റ്റൈൽ, ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയും മേക്കിംഗ് ഒക്കെ കൊണ്ട് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും മൂവി. നിങ്ങളൊരു മാസ് മസാല മൂവി, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു വമ്പൻ കംബാക്ക്, അല്ലെങ്കിൽ മറ്റേ ലൂസിഫർ പോലെയൊക്കെ ഒരു മൂവി പ്രതീക്ഷ ഒരിക്കലും തിയേറ്ററിൽ പോകരുത്. ഒരു LJP പടം, അല്ലെങ്കിൽ LJP ലാലേട്ടൻ കോമ്പോയിൽ വരുന്ന ഒരു പടം. സോ ആ ഒരു വൈബിൽ പോയി കാണുവാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അല്ല നിങ്ങൾ നെഞ്ചു പിരിച്ചൊക്കെ ഇറങ്ങി വരാമെന്ന് പണ്ടൊരാൾ പറഞ്ഞ പോലെയാണ് ആ ഒരു മൂവിക്ക് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ആ ഒരു വൈബ് നിങ്ങൾക്ക് കിട്ടുന്നുള്ളത്. തിയേറ്റർ എക്സ്പീരിയൻസ്, ആ ഒരു വിഷ്വൽ ട്രീറ്റ് ഒക്കെ അടിപൊളിയായിരിക്കും. അത് എല്ലാവർക്കും ഗ്യാരണ്ടിയാണ്. പക്ഷേ സ്റ്റോറി വൈസ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി നരേഷൻ നോക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. കാരണം ഒരു LJP പടം എന്നുള്ളത് എന്താണോ അതായിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ LJP പടം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വേറെ ലെവൽ ഓഫ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ലെവൽ ഓഫ് ട്രീറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ഒരു കൊമേഴ്ഷ്യൽ പടം ആഗ്രഹിച്ചു പോകുന്നവർക്ക് ഇത് ചിലപ്പോൾ ഒരു നിരാശയാവാൻ ചാൻസ് ഉണ്ട്. എനിക്കറിയത്തില്ല. കാരണം നമ്മൾ ട്രെയിലർ കണ്ടിട്ട് ഒരിക്കലും ആ സ്റ്റോറി ഗസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡീകോഡ് ചെയ്ത് പറയാനുള്ള സാധനമൊന്നുമില്ല. അത്ര ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കാണിക്കുന്നില്ല. കുറേ സീൻസും അതും വൺ ഓഫ് ദ ബെസ്റ്റ് വിഷ്വൽസ് തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒന്നുപോലും ഡീറ്റെയിൽ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റോറി ലൈൻ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തെടുക്കാൻ പോകുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ഈ ഒരു ട്രെയിലറിൽ എവിടെയും കാണിക്കുന്നില്ല. ഒരു മാസ് പടം പ്രതീക്ഷ ഒരിക്കലും പോരുത്, അല്ലെങ്കിൽ മറ്റൊരു കൊമേഴ്ഷ്യൽ പടമാണോ അല്ലെങ്കിൽ ആ ലെവൽ ഓഫ് മൂവി എന്ന് പ്രതീക്ഷ ഒരിക്കലും പോരുത്. ഭയങ്കര ഇതിലുള്ള ഡിസപ്പോയിൻറ്റ് ഉണ്ടാകും. കാരണം ഇറ്റ്സ് LJP പടം. ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് അങ്ങ് പോകുക. വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഈ മൂവി. പിന്നീട് ഈ ഒരു സിനിമയുടെ സക്സസിന് ശേഷം ലാലേട്ടൻ ഇനി ചെയ്യാൻ പോകുന്ന മൂവീസും ആ ഒരു സ്റ്റോറിയും സ്ക്രീൻ പ്ലേ ഒക്കെ ഭയങ്കര സെലക്റ്റീവായിട്ട്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ സ്റ്റാർഡം എന്താണോ, അല്ലെങ്കിൽ ചെയ്യുന്ന ഓരോ മൂവീസിനും വെറൈറ്റി ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യുവാണെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് കിടിലം മൂവീസ് വരും നമുക്ക്. അല്ലാതെ ആ ഒരു പഴയ ട്രാക്കിൽ തന്നെ പോയി നിൽക്കുവാണെങ്കിൽ
കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ലാലേട്ടൻ ഏതൊരു ട്രാക്കിലാണോ നിന്ന് അല്ലെങ്കിൽ ഏതൊരു ലെവലാണോ നിന്ന് ആ ഒരു ലെവലോട്ട് തിരിച്ച് പോയിന്റ് വരും. സോ അങ്ങനെ ഒരിക്കലും നടക്കാൻ ചാൻസ് ഇല്ല. എന്തായാലും ഈ ഒരു മൂവിയോടെ ലാലേട്ടൻ ആ ഒരു ട്രാക്ക് ഫുള്ളി മാറ്റിയിട്ട് ഇപ്പോൾ നേരെന്ന മൂവിയിൽ നമ്മൾ കണ്ടതാണ് ലാലേട്ടൻ ഈസ് ബാക്ക്. സോ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട്. സോ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും എക്സ്പീരിയൻസ് ഉള്ളത് കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.